ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഇത് ഡ്രസ്സ് എടുക്കുന്ന കടയിൽ കയറിയപ്പം അവിടെ വെച്ചെടുത്ത വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ശബ്ദങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പം നിങ്ങൾ അതിനോടത് സഹകരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലാത്തതാണ്, ചെറിയ ചെറിയ നോയ്സൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയണം ഇത് ആരുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കലാണ്. നമ്മൾ അതിനകത്ത് കാണിക്കുന്ന ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ ഏതാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ പറയണം. കല്യാണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്, അപ്പോൾ എനിക്ക് കറക്റ്റ് സാധനം ഇപ്പോഴേ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കോട്ടയത്തു നിന്ന് ട്രെയിനിനാണ് പോയത്. അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ നമുക്ക് എറണാകുളത്ത് എത്തിയതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എറണാകുളത്ത് എത്തി എനിക്ക് എൻ്റെ ആങ്ങളയുടെ വൈഫ് വരും, വിനയക്കടെ കൂട്ടിയിട്ട് വേണം പോകാൻ. ഈ പിങ്ക് ചുരിദാറിട്ട് ഇറങ്ങി വരുന്നതാണ് വിനയ. അപ്പോൾ നമ്മൾ അതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ കഴിക്കാതെയാണ് പോന്നിരിക്കുന്നത്, എവിടെയെങ്കിലും കയറി കഴിക്കണം. അതുപോലെ എങ്ങനെയാണ് പോകുന്നത്, ഏത് സ്ഥലത്തേക്കാണ്, അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. എങ്ങനെ അവിടെ എത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിന് പുറത്തിറങ്ങാം. ആ പോകുന്ന ട്രെയിൻ ഏതാണെന്നറിയാം, എൻ്റെ വിനയ വന്ന ട്രെയിനാണേ. അത് ഇവരിവിടെ നിർത്തി ആളെയൊക്കെ ഇറക്കിയതിന് ശേഷം പോകുന്ന ഭാഗമാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കാൻ കയറിയിരിക്കുവാണേ. നമുക്ക് കഴിച്ചിട്ട് ഏതാ കട, ഉമ്മീസ് കഴിച്ചിട്ട് വേണം നമുക്ക് നോക്കാം എന്നാ കഴിക്കാൻ വാങ്ങിക്കുന്നതെന്ന്. ഒരാൾക്കുള്ള സാധനം വന്നു. കൊള്ളാവോ? ഭയങ്കര മധുരാണോ? നമുക്ക് കഴിക്കാനുള്ള സാധനം വന്നിട്ടുണ്ടേ. ഞങ്ങൾ ദോശയാണ്, ഞാനൊരു പ്ലെയിൻ റോസ്റ്റും വിനയൊരു നെയ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഈ എണ്ണയൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ എണ്ണ അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ പ്ലെയിൻ റോസ്റ്റ് വാങ്ങിച്ചേ കഴിക്കത്തുള്ളൂ. എന്തെങ്കിലും കഴിക്കണ്ടേ, നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. വിനയ കഴിച്ചു തുടങ്ങി, ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് പോയി കാപ്പിയും കൂടെ കുടിച്ച് തീർക്കാം. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. വിനയും ഞങ്ങൾ മൂന്നും കൂടി ഇനിയൊരു ഫോട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിക്കുവാണേ. നമ്മളൊരു തുണി പർച്ചേസുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കട ഏതാണെന്നും എന്തിനാണെന്നും ഒക്കെ കേട്ടോ. നമ്മൾ എറണാകുളത്തു നിന്ന് മെട്രോയ്ക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് അവിടെ എത്തണം. ഇപ്പം ടാക്സിയും ഓട്ടോ ഒക്കെ പിടിക്കുന്നതിനേക്കാൾ നമുക്ക് കൺവീനിയൻ്റ് ആണ് ഇതേപോലെ മെട്രോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുക്കുവാണേ. നമ്മൾ ഇതുപോലെ ബാഗ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം എൻട്രൻസിലേക്ക് കയറാൻ. അത് QR കോഡ് സ്കാൻ ചെയ്താണ് നമ്മൾ അതിനകത്തേക്ക് കയറുന്നത് കേട്ടോ. QR കോഡിൻ്റെ വശം നമുക്ക് മേളിൽ ചെല്ലണം. അവിടെ നിന്നാണ് നമുക്ക് മെട്രോ കിട്ടുന്നത് കേട്ടോ. ഈ മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തെ കുഴപ്പം എന്നാണെന്നറിയോ, വന്ന മെട്രോ പോയി. ഇനി അടുത്തത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അധികം താമസമില്ല, പെട്ടെന്ന് തന്നെ വണ്ടി എത്തും. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ തിരക്ക് പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ പേര് ഇറങ്ങാൻ കാണും, കുറേ പേര് കയറാൻ കാണും. മെട്രോ സ്റ്റേഷനിലെത്തി ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പം നമ്മൾ പുറകെ ആയിട്ട് ഇറങ്ങുവാണ്. എൻ്റെ ഹസ്ബൻഡാണ് പോകുന്നത്. അപ്പം വിനയ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിങ്ക് ഉടുപ്പിട്ടതാണ് വിനയ കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഓട്ടോയെ കയറിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഓട്ടോയിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്ഥലത്തെത്തി. നമ്മളെല്ലാവരും ഇറങ്ങുവാണേ. അപ്പം നമ്മൾ കടയിലോട്ട് കയറുവാണേ. ഞാൻ എങ്ങോട്ടാണ് വന്നത്, പേര് കാണുന്നുണ്ടോ നിങ്ങൾ, കാണാവോ? നമ്മൾ ജയലക്ഷ്മിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അപർണയും വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അപർണയെ അറിയായിരിക്കും, എൻ്റെ വീഡിയോയിൽ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ആ മോഡേൺ ഡ്രസ്സ് ലെഹങ്ക എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. കയറുമല്ലേ പിന്നെ കയറുമല്ലേ? അപ്പം ഞാൻ നോക്കുമായിരുന്നു ആ മറ്റേ സാധനം. അറിയത്തില്ല, നമുക്ക് കയറിയിട്ട് ചോദിക്കാം. ഓ, അടിപൊളി കൺസ്ട്രക്ഷൻ കേട്ടോ. അത് തന്നെ നല്ല വില. ഇവിടെ ആണോ നമ്മളോട് പറഞ്ഞ സ്ഥലം? അപ്പം ഞങ്ങൾ സെലക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഇരിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവരെ കാണാം. ഇവിടെ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ഉണ്ട്.
കണ്ടോ? നിങ്ങൾ ഒത്തിരി സമയം ആടി വന്നിട്ട്? വന്നോളോ? സൂപ്പർ കളർ കേട്ടോ ഇത്, പിങ്ക് പിങ്ക് പിങ്ക്. ആ നിനക്കെടുക്കാനാണോ? ഉല്ലാസം എങ്ങനെയുണ്ട്? ഫോട്ടോയ്ക്ക് ഞങ്ങള് വേണ്ടേ പറഞ്ഞല്ലോ, പറഞ്ഞേ അപ്പൊ നമുക്ക് സാരി സെലക്ട് ചെയ്യാം. ആർക്കാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നോക്കാം. കുറച്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മേളില് നിങ്ങളെ സെലക്ഷൻ തുടങ്ങിയായിരുന്നല്ലേ? ഇത് സൂപ്പർ ആട്ടോ, സൂപ്പർ കളറുകളാണ്. ടിഷ്യൂ കാഞ്ചീപുരം ഇപ്പൊ കല്യാണത്തിന് കൂടുതൽ പേരും എടുക്കുന്നത്. അതൊക്കെ എത്ര രൂപയാ കുഞ്ഞെ? 15. ഇതിനൊക്കെ എന്നാ കുഴപ്പം? കുറച്ചും കൂടി നല്ലത് വേണ്ടേ കസോവർക്കൊക്കെ? ഇത് 15. അതിന് എത്ര വിലയാടാ? 21. ശരി ശരി. അതൊക്കെ നല്ല സൂപ്പർ ആട്ടോ, സൂപ്പർ സാരികളാ. കാരണം ഇതെന്നാ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാ. ആണോ? ഓരോ സൈസ് അത് തന്നെ ഇഷ്ടം പോലല്ലേ ഇവിടെ ഇരിക്കുവോ. ഇവിടെ ഭയങ്കര കളക്ഷൻ. അത് തന്നെ. പിങ്ക് തന്നെ വേണമെന്നൊന്നുമില്ല, എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള, എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡേ പറ്റുള്ളന്നേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്തു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. വീഡിയോക്കകത്ത് അത്രയും ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല എനിക്ക്. ആ അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടോടി? ഇഷ്ടപ്പെട്ടോ? അപർണയുടെ ഇഷ്ടമല്ല. ഇവിടെ നിൽക്കുന്ന വലിയ ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റന്റെ ചോദിക്കട്ടെ. എങ്ങനെയുണ്ട്? സോറി, എങ്ങനെയുണ്ട്? ലൈറ്റ് കുറവായതുകൊണ്ട് തെളിച്ചം കുറവുണ്ട്. ഇനി മുങ്ങിയിട്ടൊന്നും കാര്യമില്ല മോനെ, ഇനി മുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനാ വിളിക്കുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടത് എൽദോസിനെയാണേ. എൽദോസിനൊരു ഹായ്. നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കുറച്ചും കൂടെ ലൈറ്റ് ഇടണം. ഞങ്ങളെപ്പോ ഉള്ളവർക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലേ. കാരണം ബിന്ദു ഉച്ചക്ക് സെറ്റ് മുണ്ട്. അപ്പൊ പിന്നെ എന്നാ കളർ മാറിക്കോട്ടെന്നാണോ? ഓ ശരി ശരി. ആ അടുത്തത് നോക്കാനുള്ള ഒരുക്കത്തിലാണേ. എനിക്ക് ഇവിടെ നിന്നിട്ടാണ് ഒട്ടും കളറില്ല, കിട്ടുന്നില്ല. എന്റെ പൊന്നെ എൽദോസ്, ഇത് ഭയങ്കര ഒരു അടിയായി പോയി കേട്ടോ. എൽദോസ് തന്നെ കേട്ടോ അപർണ തനി തങ്കമാണെന്ന്. ഇവിടെ ചാർജ് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആണോ? പെണ്ണിന്റെ സാരി എടുക്കൽ കഴിഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുവാണേ. ശരിക്കും പറഞ്ഞ ഈ സെക്ഷനിൽ സാരി എടുക്കുമ്പോ വെറുതെ മടുത്ത് നിൽക്കും കേട്ടോ. എടുത്തു കൊടുക്കുന്ന ആളും എടുക്കുന്ന ആളും മടുത്താ നിൽക്കുന്നത്. കണ്ടോ പെണ്ണിന്റെ അമ്മ ഉണ്ടോ? അല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ? നൂറേ നിൽക്കുവാണ്. എടി ആ മഞ്ഞയും പച്ചയും സൂപ്പറാട്ടോ. എടി ആ മഞ്ഞയും പച്ച കണ്ടോ? സൂപ്പറാ. ഇതും നല്ലതാ, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം. നിനക്കിനി എന്നെ എടുക്കാനുള്ളേ? ആ ഷോൾ എടുത്തിട്ട് പിന്നെ ഇവള് ഈ സെക്ഷൻ പിടിച്ചിരിക്കുന്നേ. ഈ സെക്ഷനിലാട്ടോ കൂടുതൽ സാരി എടുക്കൽ നടന്നിരിക്കുന്നത്. ആ അവിടെ ഈ ആള് കണ്ടോ, എഴുന്നേറ്റ് പോയി, ഇരിക്കാൻ മേലാഞ്ഞിട്ട്. അപർണയുടെ ഒരു സെക്ഷൻ പെൻഡിങ് അല്ലേടി? ഇത് നീ എടുത്തല്ലേ? ആര്? ആവശ്യം നല്ലതാ. ആ നല്ലതാ. ഞാൻ എടുത്തല്ല നല്ല ഇത് നോക്കി അമ്മയ്ക്ക് നല്ല നല്ല നല്ലതാ. അതിന് എന്നാ വില അടി? വില നോക്കാതല്ലേ. സെലക്ഷൻ പകുതി വഴി നിർത്തിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകാനായിട്ടാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാൻ പോയിട്ട് വരാം.
കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ്. എത്ര ദൂരം പോകണം, ഏത് സൈഡിലാണ് കട, എങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയാണ്. അങ്ങനെ നമ്മൾ കടയുടെ പുറത്തിറങ്ങി. ഓട്ടോ പിടിച്ചും ബാക്കി പേര് കാറുമായിട്ട് ഫുഡ് കഴിക്കാൻ പോകണേ. ഫുഡ് കഴിക്കുന്നിടത്ത് എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അരിപ്പയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഉച്ചക്കത്തെ ഫുഡിന് കേട്ടോ. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. എല്ലാവരും ഇരുന്നേ. എല്ലാവരും നല്ല അനുസരണമുള്ള കുട്ടികളെ പോലെ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? മീൽസ് കിട്ടാൻ കുറേ താമസിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും വിഷമിച്ച് അങ്ങേയറ്റം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ മുഖം ഇച്ചിരി നേരം നിങ്ങൾക്ക് കാണാനായിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചിറങ്ങി കടയിലെത്തി. ഇനി ഞങ്ങൾക്കുള്ള സാരിയുടെ സെലക്ഷനാണ്. അതിൻ്റെ വിശദമായ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.